നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയാകെ ഷഷ്ടി ആവേശത്തിൽ. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ നിർധനർക്ക് പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. ALPS ആലത്തൂർ വിദ്യാലയത്തിലെ കമാൻഡോ കിഡ്സ് വിദ്യാർത്ഥികൾ ഇരിങ്ങാലക്കുട ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു. സരസകവി കുണ്ടനി ഗോവിന്ദനാശാന്റെ ആറേശ്വരം മഹാത്മ്യം എന്ന കൃതിയുടെ 4ാം പതിപ്പിന്റെ പ്രകാശനം ആചാര്യ സേതുമാധവ് നിർവഹിച്ചു. ചലച്ചിത്ര താരവും നാടക നടനുമായിരുന്ന ജോസ് പല്ലിശ്ശേരിയുടെ 20ാം ചരമവാർഷിക ദിനത്തിൽ കൂടപ്പുഴ അജന്ത നാടക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അജന്ത ക്ലബ് ഹാളിൽ അനുസ്മരണ സമ്മേളനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കൊടകരയാകെ ഷഷ്ടി ആവേശത്തിൽ. ശനിയാഴ്ചയാണ് കൊടകര കുന്നത്രിക്കോവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം. നൂറുകണക്കിന് കാവടിയാട്ടക്കാർ ശനിയാഴ്ച കൊടകരയിലെ നഗരവീഥികളും ഗ്രാമവീഥികളും കീഴടക്കും. പിന്നീട് പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ ആടിത്തിമർക്കും. നാദസ്വരം, തകിൽ, ശിങ്കാരിമേളം, നാസിക് ഡോൾ തുടങ്ങി വിവിധ വാദ്യമേളങ്ങൾ കാവടിയാട്ടത്തിന് കൊഴുപ്പേകും. 19 ദേശങ്ങളിൽ നിന്നും കാവടി സെറ്റുകൾ പങ്കെടുക്കുന്നുണ്ട്. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ നിർധനർക്ക് പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. ക്ലബ് പരിസരത്ത് നടത്തിയ യോഗം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ഫ്രാങ്ക്ലിൻ തോമസ് USA കിറ്റ് വിതരണം നിർവഹിച്ചു. ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി TG അജോ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗം CD സിബി, ജോസ് മാസ്റ്റർ, ടോമി കള്ളിയത്തുപറമ്പിൽ, പ്രദീപ് കല്ലിങ്ങപ്പുറം എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്റ്റാർ മീഡിയ അവതരിപ്പിച്ച മെഗാ ഷോയും അരങ്ങേറി. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്നും വരുന്ന എല്ലാ വാഹനങ്ങളും മറ്റത്തൂർക്കുന്ന് പന്തല്ലൂർ നെല്ലായി വഴി പോകേണ്ടതും ആളൂർ ഭാഗത്തേക്ക് പോകുന്നവ കൊടകര ഓവർബ്രിഡ്ജ് കടന്ന് പോട്ട വഴി പോകേണ്ടതുമാണ്. ആളൂരിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പോട്ട വഴി കൊടകരയ്ക്കും കൊടകര നെല്ലായി വഴി മറ്റത്തൂർക്കുന്ന് ഭാഗത്തേക്കും പോകേണ്ടതാണ്. കൊടകര ടൌണിലും പരിസരത്തും റോഡിൽ വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല എന്ന് കൊടകര പോലീസ് അറിയിച്ചു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുട BJP പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ തലമുണ്ഡനം ചെയ്ത് പ്രതിഷേധിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിന് കിഴക്കേ നടയിലാണ് സന്തോഷ് ബോബൻ തലമുണ്ഡനം ചെയ്ത് പ്രതിഷേധിച്ചത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ് തുടങ്ങിയ ന്യൂനപക്ഷങ്ങൾ അതിക്രൂരമായ പീഡനങ്ങൾക്കാണ് ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ തലമുണ്ഡനം ചെയ്യുന്നതെന്നും സന്തോഷ് ബോബൻ പറഞ്ഞു. BJP കൌൺസിലർമാരായ അമ്പിളി ജയൻ, സ്മിത കൃഷ്ണകുമാർ എന്നിവരും സന്തോഷ് ബോബന്റെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സന്നിഹിതരായിരുന്നു. ഭാരതത്തിന്റെ ഇടപെടൽ മൂലം സ്വതന്ത്ര രാഷ്ട്രമായ ബംഗ്ലാദേശിൽ അവിടുത്തെ 8% വരുന്ന മതന്യൂനപക്ഷങ്ങളും ക്രൂരമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിലെ തീവ്രവാദികളായ ഒരു വിഭാഗം ആളുകൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, പാഴ്സി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളെയും ആക്രമിക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. സരസകവി കുണ്ടനി ഗോവിന്ദനാശാന്റെ ആറേശ്വരം മഹാത്മ്യം എന്ന കൃതിയുടെ 4ാം പതിപ്പിന്റെ പ്രകാശനം ആചാര്യ സേതുമാധവ് നിർവഹിച്ചു. അയ്യപ്പ സേവാ സംഘം ദേശീയ ട്രഷറർ E കൃഷ്ണൻ നായർ ഏറ്റുവാങ്ങി. പൂനിലാർക്കാവ് ദേവസ്വം പ്രസിഡന്റ് D നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി E രവീന്ദ്രൻ, EV അരവിന്ദാക്ഷൻ, MK രാമകൃഷ്ണൻ, ഹിന്ദു ഐക്യവേദി കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് മുളങ്ങിൽ ദാസ്, രാജു കുണ്ടനാടൻ, രഘുനന്ദനൻ അരിക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു.
സംസ്ഥാന വിദ്യാഭ്യാസ കൌൺസിലിന്റെ അംഗീകാരം ലഭിച്ച ALPS ആലത്തൂർ വിദ്യാലയത്തിലെ കമാൻഡോ കിഡ്സ് വിദ്യാർത്ഥികൾ ഇരിങ്ങാലക്കുട ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു. സംസ്ഥാനത്ത് തന്നെ കമാൻഡോ കിഡ്സ് ആദ്യമായി നടപ്പിലാക്കിയ വിദ്യാലയത്തിലെ ഈ പദ്ധതിയിൽ കായിക പരിശീലനത്തോടൊപ്പം കമ്മ്യൂണിക്കേഷൻ, ലൈഫ് സ്കില്ലിൽ പരിശീലനവും നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഫയർ സ്റ്റേഷൻ സന്ദർശനം നടത്തിയത്. ഫയർ സ്റ്റേഷനിലെ ഓരോ ഉപകരണങ്ങളെ പരിചയപ്പെടാനും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും കുട്ടികൾക്ക് സാധിച്ചു. ഫയർ സ്റ്റേഷൻ ഇൻചാർജ് ഓഫീസർ KC സജീവന്റെ നേതൃത്വത്തിൽ കുട്ടികളെ സ്വീകരിച്ചു. വെള്ളം പമ്പ് ചെയ്യുന്ന വിവിധ ഹോസുകളും, മരം മുറിക്കാനുള്ള ഉപകരണങ്ങളും, ഇരുമ്പ് കട്ട് ചെയ്യുന്ന മെഷീനുകളും, വെള്ളത്തിൽ ഉപയോഗിക്കുന്ന പലതരം ബോട്ടുകളും വടങ്ങളും എല്ലാം കുട്ടികൾക്ക് അറിവിന്റെയും കൌതുകത്തിന്റെയും നവ്യാനുഭവങ്ങൾ പകർന്നു നൽകി. ഇതിനുശേഷം വടം ഉപയോഗിച്ച് കുട്ടികളെ താഴേക്കിറക്കിയത് ഏവരും കൌതുകത്തോടെയും ജിജ്ഞാസയോടെയുമാണ് കണ്ടത്. കുട്ടികളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഫയർ ഓഫീസർമാരായ അനൂപ് സാബു, അക്ഷയ്, KA കൃഷ്ണരാജ് എന്നിവർ മറുപടി നൽകി. കുട്ടികൾക്കായി ഓഫീസർമാർ മോക്ക് ഡ്രിൽ നടത്തി. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് PM ജീൻസ, PTA പ്രസിഡന്റ് സുനിൽ, ജയരാജ്, അധ്യാപകരായ അനൂപ്, ഋത്വിക്, KT ഇന്ദിര, ഗോവിന്ദ്, കാവ്യ MS എന്നിവർ നേതൃത്വം നൽകി. ചലച്ചിത്ര താരവും നാടക നടനുമായിരുന്ന ജോസ് പല്ലിശ്ശേരിയുടെ 20ാം ചരമവാർഷിക ദിനത്തിൽ കൂടപ്പുഴ അജന്ത നാടക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അജന്ത ക്ലബ് ഹാളിൽ അനുസ്മരണ സമ്മേളനം നടത്തി. ക്ലബ് പ്രസിഡന്റ് മധു ചിറക്കലിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു S ചിറയത്ത് മുഖ്യാതിഥിയായി. ജോസ് പല്ലിശ്ശേരിയുടെ സഹപ്രവർത്തകനായിരുന്ന നാടക ചലച്ചിത്ര നടൻ MP നന്ദകുമാർ, ജോസ് പല്ലിശ്ശേരി അവാർഡ് ജേതാവ് കലാഭവൻ ജയൻ, പ്രൊഫഷണൽ നാടക നടന്മാരായ ഉണ്ണികൃഷ്ണൻ പാലപ്പെട്ടി, KPAC ലാൽ, ഷാജു കാച്ചപ്പിള്ളി, ബിജു ജോസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കൌൺസിലർ തോമസ് മാളിയേക്കൽ, ചിത്രകാരൻ സുരേഷ് മുട്ടത്തി, ജോണി മേച്ചേരി, ക്ലബ് സെക്രട്ടറി TP രാജു, രജനീഷ് കാളിവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. അജന്ത ക്ലബ് അടുത്ത വർഷം അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ പുസ്തകം സംവിധായകൻ കലാഭവൻ ജയന് ചടങ്ങിൽ കൈമാറി. 20ാം ചരമവാർഷിക ദിനാചരണമാണ്. ഒരുപക്ഷെ ചാലക്കുടി നഗരസഭയിൽ അനുസ്മരണ യോഗങ്ങൾ കാര്യമായിട്ടൊന്നും നടക്കാതിരുന്ന ഒരു കലാകാരൻ. എൻ്റെ അറിവിൽ ഗോൾഡൻ നഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ 1 കൊല്ലം 2 കൊല്ലം കൊണ്ട് നടത്തി എന്നുള്ളതല്ലാതെ ജോസ് പല്ലിശ്ശേരിക്ക് ഒരു അനുസ്മരണ എന്തായാലും നടന്നിട്ടില്ല. നീരൊഴുക്ക് തടസ്സപ്പെട്ടതും വെള്ളക്കെട്ടിന് കാരണമാകുന്നതുമായ തോടുകളെയും ജലാശയങ്ങളെയും വീണ്ടെടുക്കുന്നതിനായി നടക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ 3ാം ഘട്ടം കൊരട്ടി പഞ്ചായത്തിൽ തുടങ്ങി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് ഹരിത കേരള മിഷന്റെ നീർച്ചാലുകളുടെ പുനർജീവനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പെരുമ്പിത്തോട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുമാരി ബാലൻ അധ്യക്ഷത വഹിച്ചു. മണ്ണെടുത്ത് പ്രകൃതി ചൂഷണം കാരണം തോടുകളും ജലാശയങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രകൃതിയും പുഴയും നിലനിർത്തണമെന്ന ലക്ഷ്യത്തോടെ ഹരിത കേരള മിഷൻ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് രൂപം കൊടുത്തത്. പുഴ, തോട് എന്നിവയെ വീണ്ടെടുക്കുക, തീരങ്ങൾ വീണ്ടെടുക്കുക, തീരങ്ങളിലെ നിർമ്മാണ പ്രവർത്തനം തടയുക, സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കുക, തോട് മലിനമാക്കാതിരിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, പഞ്ചായത്ത് തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ ഹരിതലക്ഷ്മി, ശ്രീജ രാജൻ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ടിനു ആന്റണി, തൊഴിലുറപ്പ് മേറ്റ് രജനി KK, തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകരയാകെ ഷഷ്ടി ആവേശത്തിൽ. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ നിർധനർക്ക് പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. ALPS ആലത്തൂർ വിദ്യാലയത്തിലെ കമാൻഡോ കിഡ്സ് വിദ്യാർത്ഥികൾ ഇരിങ്ങാലക്കുട ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു. സരസകവി കുണ്ടനി ഗോവിന്ദനാശാന്റെ ആറേശ്വരം മഹാത്മ്യം എന്ന കൃതിയുടെ 4ാം പതിപ്പിന്റെ പ്രകാശനം ആചാര്യ സേതുമാധവ് നിർവഹിച്ചു. ചലച്ചിത്ര താരവും നാടക നടനുമായിരുന്ന ജോസ് പല്ലിശ്ശേരിയുടെ 20ാം ചരമവാർഷിക ദിനത്തിൽ കൂടപ്പുഴ അജന്ത നാടക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അജന്ത ക്ലബ് ഹാളിൽ അനുസ്മരണ സമ്മേളനം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.